പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വിഷ്ണുവിന്റെ റിപ്പോർട്ട്. പഞ്ചാബിൽ ഇത്തവണ അതിശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് അവസാന ഘട്ടത്തിൽ നടക്കുക. പഞ്ചാബിലെ 13 ലോക്സഭാ മണ്ഡലങ്ങളാണ് ജൂൺ 1-ാം തീയതി വിധിയെഴുന്നത്. എന്തായാലും ഇത്തവണ പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ സഖ്യമില്ലാതെയാണ് ഒരു മത്സരമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചതുർകോണ മത്സരം നമുക്ക് പഞ്ചാബിലെ മിക്ക മണ്ഡലങ്ങളിലും കാണാൻ കഴിയും. ആം ആദ്മി, കോൺഗ്രസ്, BJP, ശിരോമണി അകാലിദൾ ഈ പാർട്ടികളെല്ലാം തന്നെ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു ഘട്ടം കൂടിയാണ് പഞ്ചാബിൽ ഈ ഒരു അവസാന ഘട്ടമെന്ന് പറയുന്നത്. നിലവിൽ ശക്തമായിട്ടുള്ളൊരു പ്രചരണം തന്നെയാണ് എല്ലാ പാർട്ടികളുടെയും മുന്നണികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. നാളെ പരസ്യപ്രചരണം അവസാനിക്കാനിരിക്കെ ശക്തമായിട്ടുള്ള പ്രചരണം തന്നെയാണ് ഇന്ന് നടന്നത്. ഇത്തവണ 13 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷവും ശക്തമായി തന്നെ പോരാട്ടത്തിന് ഇറങ്ങുന്നുണ്ട്. ജലന്ധർ മണ്ഡലത്തിൽ CPIM മത്സരിക്കുമ്പോൾ മറ്റു 3 മണ്ഡലങ്ങളിൽ CPI മത്സരിക്കുന്നുണ്ട്. അത്തരത്തിൽ 4 മണ്ഡലങ്ങളിലാണ് ഇത്തവണ പഞ്ചാബിൽ ഇടതുപക്ഷം ശക്തമായിട്ടൊരു പോരാട്ടം കാഴ്ചവെക്കുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ് പഞ്ചാബിൽ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കർഷക സമരമൊക്കെ തന്നെ അതിശക്തമായി നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ BJP സ്ഥാനാർത്ഥികളുടെ വീടുപളയിൽ സമരം കർഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത്തരത്തിൽ കർഷക പ്രതിഷേധം നിലനിൽക്കുന്നു. ഇതിനു പുറമെ പഞ്ചാബിൽ ആദ്യമായിട്ടാണ് ശിരോമണി അകാലിദളുമായിട്ടുള്ള ഒരു സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് BJP ആദ്യമായിട്ടാണ് ഇത്തരമൊരു മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ശിരോമണി അകാലിദളുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ചതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ BJPക്ക് വലിയ തലവേദന തന്നെയാണ്.